Ladies and gentlemen, we have now a distinguished guest among us. She is from the Indian Consulate, the Council for Press, Information and Culture, Madam Kajal Biswas. Good evening, everybody. This is actually my first cultural event organized by the Indian community in Dubai. I just arrived a little more than a month ago here. And ever since I've arrived, it's been a wonderful experience interacting with people from India, the organizations who very, very actively involved in all sorts of cultural and welfare activities. And it's lovely to be here today. Thank you so much for inviting me. The joy of growing, the happiness of life. Cool and Cool brings you baby wipes, keeping your baby germ-free. For that extra protection and extra happiness, be clean with Cool and Cool baby wipes. Diamante Millonario. 1 in a million. The new fragrance for men from Sample Style Scents. FECA 2012 has conducted a flower carpet competition and we're just calling up the winners. And the first prize goes to, can I call upon the team captain of CMS College? അവർക്ക് സമ്മാനം നൽകുന്നത് നമ്മുടെ ഫിലിം സ്റ്റാർ നരേൻ. പൂക്കള മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് CMS College. രണ്ടാം സമ്മാനം നേടിയത് SB കോളേജ്. പാടും ട്രോഫി നൽകുന്നത് മിസ്റ്റർ സജി ഡേവിഡ്. And the third prize goes to KG College, Pampari. May I call upon Mr. Abraham Varghese? The fourth prize won by Friends of Mila. And the award will be given by Mr. Sonu Matthew. May I invite Mr. Hariharan, his 40 incredible years of film direction. We are going to celebrate by cutting the cake.
മറുപടി പ്രസംഗത്തിന് വേണ്ടിയിട്ട് ശ്രീ ഹരിഹരനെ ക്ഷണിക്കുകയാണ്. മാറിമറിഞ്ഞു വരുന്ന പുതിയ ട്രെൻഡുകൾക്ക് പുറകെ പോകാതെ തൻ്റേത് മാത്രമായ ഗൗരവമുള്ള ഒരു ചലച്ചിത്ര ആഖ്യാന ശൈലിയിലൂടെ കേരളത്തിനകത്തും പുറത്തും ചലച്ചിത്ര ആസ്വാദകരെ ആവാഹിച്ചെടുത്ത മലയാളത്തിലെ ഏക ചലച്ചിത്ര സംവിധാന പ്രതിഭയാണ് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ശ്രീ ഹരിഹരൻ. ആഘോഷങ്ങളില്ലാതെ ആർഭാടങ്ങളില്ലാതെ 4 പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമാ രംഗത്ത് ജൈത്രയാത്ര തുടരുന്ന ഈ മഹാപ്രതിഭയുടെ 40-ാം വർഷം ആദ്യമായി വിദേശത്ത് വിളംബരം ചെയ്യാൻ അവസരം ലഭിച്ചതിൽ ഞങ്ങൾക്ക് ഫെക്കയ്ക്ക് അതിയായ ആഹ്ലാദമുണ്ട്, അഭിമാനമുണ്ട്. വെള്ളിത്തിരയിൽ അക്ഷയശോഭയോടെ ജ്വലിക്കുന്ന ഒട്ടേറെ സിനിമകളിലെ രാജശില്പിയായ ഈ താരസംവിധായകന് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. കാലാതിവർത്തികളായ നിരവധി ചലച്ചിത്ര ശില്പങ്ങളിലൂടെ ഇതിനകം നാം അദ്ദേഹത്തെ പരിചയപ്പെട്ടു കഴിഞ്ഞു, അടുത്തറിഞ്ഞു കഴിഞ്ഞു. ലേഡീസ് ഹോസ്റ്റൽ മുതൽ കേരളവർമ്മ, പഴശ്ശിരാജ വരെ വൈവിധ്യമുള്ള 70ഓളം സംഭാവനകൾ അദ്ദേഹത്തിൻ്റെതായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ രാജഹംസം, ഭൂമിദേവി പുഷ്പിണിയായി, ബാബുമോൻ, അയലത്തെ സുന്ദരി, പഞ്ചാഗ്നി, നഖക്ഷതങ്ങൾ, ആരണ്യകം, ഒരു വടക്കൻ വീരഗാഥ എന്ന് സ്വന്തം ജാനകിക്കുട്ടി, അമൃതം ഗമയ, സർഗം, പരിണയം, പഴശ്ശിരാജ തുടങ്ങിയ ചിത്രങ്ങൾ പുതിയ ചലച്ചിത്ര വിദ്യാർത്ഥികൾക്ക് പഠന വിഷയമാക്കാവുന്ന ആധികാരികമായ ചലച്ചിത്ര ഗ്രന്ഥങ്ങളാണ്. ഈ സൃഷ്ടികളിലൂടെയെല്ലാം ആസ്വാദക ഹൃദയങ്ങളിൽ ഹരിഹരൻ നേടിയിട്ടുള്ള സ്ഥിരപ്രതിഷ്ഠ അനശ്വരമാണെങ്കിൽ ജന്മസിദ്ധമായ കഴിവുകൾ കൊണ്ട് അദ്ദേഹം പടുത്തുയർത്തിയ നേട്ടങ്ങളുടെ കോട്ട അഭേദ്യവും അചഞ്ചലവുമാണ്. പിതാവിൽ നിന്നും നന്നേ കുട്ടിക്കാലത്ത് തന്നെ ശാസ്ത്രീയ സംഗീതത്തിൽ അഭ്യസനം നടത്തി ഗായകനായും തിളങ്ങിയിട്ടുണ്ട് ഇദ്ദേഹം. സ്വന്തം അമ്മാവൻ്റെ ചിത്രമെഴുത്തിൽ കമ്പം കയറി അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനത്തിൽ മാവേലിക്കര രവിവർമ്മ പെയിൻറ്റിംഗ് സ്കൂളിലും പിന്നീട് കോഴിക്കോട് യൂണിവേഴ്സൽ ആർട്സിലും പഠനം നടത്തിയ ഈ സർവകലാ വല്ലഭൻ ചെറുപ്പത്തിൽ തന്നെ നാടകങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയ ഇദ്ദേഹം പ്രശസ്ത നടൻ ബഹദൂറിൻ്റെ നാടക സമിതിയിൽ അംഗമായതാണ് ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി പരിണമിച്ചത്. സമിതിയുടെ വല്ലാത്ത പഹയൻ, മാണിക്യ കൊട്ടാരം, അടിയന്തരാവസ്ഥ എന്നീ നാടകങ്ങളിൽ അഭിനേതാവായിരുന്ന ഈ യുവാവ് അതിൽ പിന്നണി പാടുകയും ചെയ്തിട്ടുണ്ട്. MS മണിയുടെയും തുടർന്ന് M കൃഷ്ണൻ നായരുടെയും സംവിധാന സഹായിയായി മലയാള ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവന്ന ഈ മഹാനുഭാവൻ 1973 ലേഡീസ് ഹോസ്റ്റൽ എന്ന ഹാസ്യ ചലച്ചിത്രം സംവിധാനം ചെയ്താണ് സ്വതന്ത്ര സംവിധായകനാകുന്നത്. എത്രയെത്ര പുതുമുഖങ്ങളെയാണ് ഈ ചിത്രങ്ങളിലൂടെയെല്ലാം അദ്ദേഹം മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. MT വാസുദേവൻ നായർ, KT മുഹമ്മദ്, തോപ്പിൽ ഭാസി, SL പുരം സദാനന്ദൻ, T ദാമോദരൻ തുടങ്ങി എത്രയെത്ര തിരക്കഥാകൃത്തുക്കൾ. ദക്ഷിണാമൂർത്തി, G ദേവരാജൻ, ബാബുരാജ്, MS വിശ്വനാഥൻ, ബോംബെ രവി, MK അർജുനൻ, സലിൽ ചൗധരി, ഇളയരാജ തുടങ്ങി 24-ൽ പരം സംഗീത സംവിധായകർ. P ഭാസ്കരൻ, വയലാർ, ONV, യൂസഫ് അലി കേച്ചേരി, ശ്രീകുമാരൻ തമ്പി, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം തുടങ്ങി ഓരോ കാലഘട്ടത്തിലെയും ഗാനരചയിതാക്കൾ, 4-5 തലമുറയിലെ നടീനടന്മാർ, സാങ്കേതിക വിദഗ്ധർ. ഇത്രയും നേട്ടങ്ങൾ അവകാശപ്പെടാൻ ഇന്ന് മലയാള ചലച്ചിത്ര രംഗത്ത് ഒരു സംവിധായകൻ മാത്രമേ ഉള്ളൂ, ദ വൺ ആൻഡ് ഓൺലി ഹരിഹരൻ. പ്രിയരെ, നമുക്ക് അഭിമാനപൂർവ്വം അത്യന്തം ആവേശത്തോടെ സ്നേഹത്തിൻ്റെ നെറുപുഷ്പങ്ങൾ നൽകി ഫെക്കയുടെ 2012-ാം ആണ്ടിലെ ഓണാഘോഷത്തിൻ്റെ സമാപന വേദിയിലേക്ക് ആദരപൂർവ്വം സ്വീകരിച്ചാനയിക്കാം നമ്മുടെ വിശിഷ്ടാതിഥി, 67-ന്റെ യുവത്വം, ശ്രീ ഹരിഹരൻ. ബഹുമാനപ്പെട്ട കൗൺസിലർ, അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന മുഖ്യ അതിഥികളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ ഓണ ആശംസകൾ. ഇത്രയും കാലം ഞാൻ സിനിമാ രംഗത്ത് പ്രവർത്തിച്ചിട്ട് ആസ്വാദകരുടെ, പ്രേക്ഷകരുടെ അഭിനന്ദനം ഒട്ടേറെ ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചിത്രങ്ങളെ ഇതുവരെ ഒരു സംഘടനകളും വിലയിരുത്തിയിട്ടില്ല. ഇന്നിവിടെ
അതിനെ ഒരു ഡോക്യുമെൻ്ററി എന്നോണം, ഒരു ഷോർട്ട് ഫിലിം എന്നോണം അതിനെ വിലയിരുത്തി തിരശ്ശീലയിൽ കണ്ടപ്പോഴാണ് ഓഹോ, ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ എന്തോ നല്ലയോ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നിയത്. അതിനിവിടെ ഞാൻ ദുബായിൽ വരേണ്ടി വന്നു. ഞാൻ ആക്ഷേപം പറയുകയല്ല, സന്തോഷം കൊണ്ട് പറയുകയാണ്. ആ വിലയിരുത്തലിന് ഞാനിവിടെ ദുബായിൽ വരേണ്ടി വന്നു. അതും ഫെക്ക എന്ന സംഘടന അവരുടെ 4ാം വർഷത്ത് ഇങ്ങനെ അവർക്ക് തോന്നി, ഓ ഇങ്ങനൊരു സംവിധായകൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ സിനിമയെക്കുറിച്ച് നമുക്കൊന്ന് വിലയിരുത്തണം, അദ്ദേഹത്തിൻ്റെ 40ാം വർഷം ആഘോഷിക്കണമെന്ന്. ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് ഇതിന് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഫെക്ക എന്ന സംഘടന തുടങ്ങി 4 വർഷമായി. ഈ 4 വർഷത്തിനിടയിൽ അവർ ചെയ്തിട്ടുള്ള ഒട്ടേറെ ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ, സാംസ്കാരിക വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ പറയുകയുണ്ടായി. വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും വളരെ ഉന്നതമായ രീതിയിലേക്ക് ഈ സംഘടന വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾ നൽകിയിട്ടുള്ള ഈ സ്നേഹാദരങ്ങൾക്ക് എങ്ങനെ മറുപടി പറയണം എന്നെനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിലെ, സിനിമാ ജീവിതത്തിലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ധന്യമായ മുഹൂർത്തമാണ് ഇന്ന്. അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റുകയില്ല. മാളികളെ നടനം ചെയ്യണം, നല്ല കേളി ജഗത്തിൽ വളർത്തിടണം. മതികല ചൂടും പിന്നിൻ ചാരുതയിൽ പൂഞ്ചിറകുകൾ നേടി വാനിൻ അതിരുകൾ തേടി വരം നേടുന്നു, സ്വയം വരം കൊള്ളുന്നു. ഹേമന്തം പോലെ നവവാസന്തം പോലെ, ഹേമന്തം പോലെ നവവാസന്തം പോലെ, ലയം പോലെ കലം പോലെ അരിയ ഹരിതകിലേ. പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങോ, ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. ശ്രീപാദം രാഗാദ്രമായി അനുപദമാടും നടനം, ഞാനോ ആവാദം ശതതന്ത്രി മൂളും ശ്രീ വരാംഗ വിലോലവല്ലയായി മാറി. തിരയിളക്കുന്ന മഞ്ജുവേഷങ്ങൾ നൃത്തമാടുന്നിതാ, തിരയിളക്കുന്ന മഞ്ജുവേഷങ്ങൾ നൃത്തമാടുന്നിതാ. പ്രേമോദാരനായി അണയൂ നാദാ.
സംഭ്രമഗീതയുണർത്തുമ്പോൾ ഇന്നിതാ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ഓളങ്ങളിൽ താലി കെട്ടും നേരം മറിമാൻ കിടാവേ നീ അകലെ മാറി നിൽക്കാൻ എന്തേ ഓണവയിൽ ഓളങ്ങളിൽ താലി കെട്ടും നേരം മറിമാൻ കിടാവേ നീ അകലെ മാറി നിൽക്കാൻ എന്തേ നേരം പോയെന്റെ തേവരെ കോലം പോയെന്റെ തോഴരെ കളിവാക്കും ഒളി നോക്കും മതി പൊന്നെ വന്നാട്ടെ Close to your heart and close to your home, all that makes life good. Dream further but seize what's nearer, just feel like you're home. Close to your heart and close to your Lulu, hypermarkets, supermarkets and department stores where the world comes to shop. just feel like you're home. പലവേഷം ഒരു ദേശമാർന്നവർ പല ഭാവം ഒരു കൂട്ടമായവർ ഹൃദയമാർന്നവർ നമ്മുടെ ആഘോഷം ഇതു മലയാളത്തിൻ മഹോത്സവം ഒരേ മനസ്സായി ഒരേ താളമായി ഒരേ വചസ്സായി ഒരേ വികാരമായി മലയാളത്തിന്റെ തിരുമുറ്റത്ത് 20 ലക്ഷത്തിന്റെ ആഘോഷം. ഈ വിജയം വായനക്കാരുടേത് മാത്രം. Businessman of the Year Award, Mr. Hamid, Chief Executive Officer, Fast Track. And The Punnada is given by Mr. David Thomas, FECA President, and the award will be given by His Excellency Sanjay Verma. May I call upon Mr. Hamid onto the stage to deliver a few words. I'm really honored to receive this great recognition. I would like to thank FECA and its office bearers for honoring with this award. FECA is involved in various social activities, humanitarian work, and I wish them all the success. And I assure them all support from myself and our organization, and we wish them all the best for the future. Thank you. Thank you.
Next, may we call upon Mr. Naren to deliver us a few words. ഓണവുമായി ബന്ധപ്പെട്ട് ഒരു ഫംഗ്ഷനിൽ ദുബായിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. കേരളത്തിന് വിട്ട് തമിഴിൽ ഞാൻ അഭിനയിക്കുമ്പോൾ മനസ്സിലെപ്പോഴും തോന്നുന്നൊരു കാര്യം, ഒരു മലയാളി എവിടെ പോയി വിജയിച്ചാലും അത് മലയാളത്തിൻ്റെയും കേരളത്തിൻ്റെയും വിജയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. ആൻഡ് ഒട്ടേറെ സന്തോഷമുണ്ട്. ഫെക്ക, തീർച്ചയായിട്ടും ഇത് ഇപ്പോൾ 4ാം വർഷമാണ്. ഇനിയും ഇത് ഫെക്കയുടെ ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ ഫെക്കയ്ക്ക് ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. നന്ദി. താങ്ക് യു. Thank you, Naren. It was so inspiring. Mashallah, mashallah.